നിഷാൻ വളരെ ഗൗരവത്തിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുഖം പോലും കാണാൻ പറ്റുന്നില്ല. ഒന്ന് ഇങ്ങോട്ട് നോക്കാവോ? ഏത് വിഷയം ഇപ്പോൾ പഠിക്കുന്നത്? സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് ആദ്യമായിട്ട് സോഷ്യൽ സയൻസ് പഠിക്കുന്ന വർഷം. അതെന്താ കഴിഞ്ഞ വർഷം വരെ ഇല്ലായിരുന്നു? കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് EVS ആയിരുന്നല്ലോ. ബേസിക് സയൻസും സോഷ്യൽ സയൻസും കൂടി കമ്പൈൻ ചെയ്തിട്ട് എൻവിറോൺമെന്റ് സയൻസ് 4ാം ക്ലാസ് വരെ. യെസ്. ഇപ്പോൾ സോഷ്യൽ സയൻസ് നീ ഇപ്പോൾ എഴുതുന്ന ഏത് ചാപ്റ്റർ ഏത്? ചാപ്റ്റർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഞങ്ങളുടെ ചാപ്റ്ററിന്റെ പേര്. ഇത് ആദ്യം ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ചുരുക്കി ഒന്ന് പറയാമോ? ഓ, ഇത് സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. എത്രാമത്തെ ചാപ്റ്റർ? 7th ചാപ്റ്റർ. ഓക്കെ. ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ഞങ്ങൾ പഠിപ്പിച്ചത് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ്. തുടങ്ങിയത് തന്നെ ഞങ്ങൾ ഈ വീൽസിന്റെ ഡിസ്കവറി ഒക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ആദ്യ ആൾക്കാർ എങ്ങനെയാണ് വണ്ടി ഉപയോഗിച്ചിരുന്നത്, എന്തിനു വേണ്ടിയാണ് വണ്ടി ഉപയോഗിച്ചിരുന്നത്, ഇപ്പോഴത്തെ വണ്ടികളും പഴയ വണ്ടികളും എങ്ങനെയായിരുന്നു വണ്ടികൾ ആദ്യം, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. അതായത് ആദ്യം കാർട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. മാൻ പവേർഡ് കാർട്ട്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ആനിമൽ പവേർഡായി മാറി. അത് കഴിഞ്ഞ് പതുക്കെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വന്നു. കുറച്ചും കൂടി ഡെവലപ്ഡായി ട്രെയിൻസ് ഒക്കെ വന്നു തുടങ്ങി. ഇത് സ്റ്റീം ട്രെയിൻസ് ഒക്കെ ഇല്ലേ, ആവി എഞ്ചിൻ അല്ലേ? ആവി എഞ്ചിൻ അതൊക്കെ പറയുന്നുണ്ടോ? കണ്ടുപിടിക്കുന്ന ആളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ആദ്യം തന്നെ നമ്മളൊരു മാപ്പൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചാർട്ട്. ഇത് 3 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മളുള്ളത്. ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ. അത് തന്നെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, ലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെയാണ്. ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, മാരിടൈം ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടറിൻ്റെ, നാഷണൽ എയർവേസ്, ഇന്റർനാഷണൽ എയർവേസ്, അങ്ങനെയൊക്കെ വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ആദ്യം നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നു. മെക്കാഡം റോഡ്സ്, അതായത് JL മെക്കാഡം എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് എഞ്ചിനീയറാണ് ആദ്യമായിട്ട് റോഡൊക്കെ കണ്ടുപിടിക്കുന്നത്. 1820 റോഡ് കണ്ടുപിടിക്കുന്നു. റോഡ് എന്തായാലും കൺസ്ട്രക്ഷൻ, ക്രഷ്ഡ് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ച് മറ്റേ ബുൾഡോസർ ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് റോളർ മെഷീൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അതൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ ഹൈവേ പഠിപ്പിച്ചു, ഏതൊക്കെ ടൈപ്പ് ട്രാൻസ്പോർട്ട് പഠിപ്പിച്ചു, ട്രെയിൻ പഠിപ്പിച്ചു, മെട്രോ പഠിപ്പിച്ചു. പിന്നെ ആദ്യത്തെ ഇന്ത്യയുടെ ട്രെയിനൊക്കെ പഠിപ്പിച്ച്. അതേതാ? 1853 മുംബൈ. എന്താ ശബ്ദം കേട്ടേ? ഇങ്ങനെ സോഷ്യൽ സയൻസ് ഒന്നുമില്ല, അവൻ ഭയങ്കര വലിയ പഠിത്തം. ജസ്റ്റ് സോഷ്യൽ സയൻസേ ഉള്ളൂ. ഹ്യൂമാനിറ്റീസ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്. അതായത് മുംബൈ ടു ബോംബെ ടു ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കോ. ബോംബെ ടു താനെയാണ് ആദ്യത്തെ റെയിൽവേ ലൈൻ ഇന്ത്യയിലെ. കേരളത്തിലെ ബേപ്പൂർ ടു തിരൂര്. പിന്നെ എന്തൊക്കെയാണെങ്കിലും ബ്രിട്ടീഷുകാരാണല്ലോ ഇതെല്ലാം കൊണ്ടുവന്നത്. ഭാഗ്യം, ഇന്ത്യക്കാർക്ക് ഇതൊന്നും പറ്റിയില്ലല്ലോ. അതല്ല, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞാലും അത് തന്നെ കാര്യം. ബ്രിട്ടീഷുകാരാണ് ഇതെല്ലാം കൊണ്ടുവന്നത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ കച്ചവടം എളുപ്പമാക്കാൻ. ഇത് കൊണ്ടുവന്ന ഞങ്ങളുടെ മിസ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് ഇങ്ങനെയാണ്. അതായത് ഇവർ സാധാരണ കപ്പലിലാണ് ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉള്ള സാധനങ്ങളൊക്കെ ചീപ്പായിട്ട് മേടിച്ചുകൊണ്ട് പോയി കച്ചവടം ചെയ്യുന്നതൊക്കെ ബ്രിട്ടനിലാണല്ലോ. അപ്പൊ കപ്പലാണ് അന്നത്തെ മെയിൻ ട്രാൻസ്പോർട്ട്. അങ്ങനെ വിദേശത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് വരെ അത്രയും നേരത്തേക്ക് വേണ്ടി ഹാർബറിലോട്ട് പോകുന്നവരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ട്രെയിനൊക്കെ. അതായത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സും മറ്റ് വിഭവങ്ങളും ഒക്കെ കൃത്യമായിട്ട് മറ്റേ ഇവിടങ്ങളിൽ എത്തിക്കണം, ഹാർബറുകളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി അവരുടെ കച്ചവടത്തിന് വേണ്ടി തുടങ്ങിയ പരിപാടി. എന്തായാലും അതൊക്കെയാണ് ട്രെയിനായി മാറിയത്. പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ആദ്യം ഈ വീൽസ് കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് ഇത് ഉപയോഗിച്ചിരുന്നത്. അതായത് ഈ ആനിമൽസിനൊന്നും ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുന്നതായിരിക്കും നല്ലത്. The situations in which humans and animals were not able to cross water bodies may have led to the concept of water transport. അതായത് ഇവർക്കൊന്നും കര കിടക്കാൻ, കായലും കടലും ഒന്നും കടക്കാൻ പറ്റാത്തപ്പോൾ ബോട്ട് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ആദ്യം എന്താ ഏൻഷ്യൻ കാനോയ്. വീഡിയോ എടുക്ക്. കാണുന്നില്ല, സോറി. ഈ സാധനത്തിലാണ് ആദ്യം പൊക്കോണ്ടിരുന്നത്. ഓ ചങ്ങാടോ, എന്തുകൂടെ മറ്റേ ചെറിയ തടിക്കഷ്ണം അതിട്ട്
പൊള്ളിച്ചിട്ട് മറ്റേ നടുക്ക് പൊള്ളയ്ക്കും. അത് അങ്ങനെയാണ് പൊള്ളയാക്കും. ഓ റൈറ്റ്. അത് കഴിഞ്ഞ് ഇതാ പേപ്പർ മോഡലൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ തൊട്ട് ഇതുണ്ടെന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഷിപ്പ് ബിൽഡിംഗ് സെന്റർ ലോത്തലിലെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. മെസ്സപ്പൊട്ടോമിയ ഇവിടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്തിന് വളരെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? സിവിലൈസേഷനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ സാധനം ഉണ്ടായിരുന്നു. ബോട്ടൊക്കെ വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കനാലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കുറെ നമ്മുടെ പ്രധാനപ്പെട്ട വാട്ടർ വേസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്കൂളിലെ വിഷയങ്ങൾ പഠിച്ചാലൊന്നും അതിനേക്കാൾ ഉപരി അതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പഠിക്കേണ്ടതെന്ന് അറിയാലോ. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇവിടെ ഞങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഒരു മറിയാമ്മ എന്നൊരു പേര് വന്നുകൊണ്ടാ ഒരു എക്സാമ്പിൾ കൊടുത്താ ചോദിച്ചോട്ടെ. ആമ മറിഞ്ഞാൽ എന്താവും? അയ്യോ പറ. യെസ്, കറക്റ്റ് ആൻസർ. അപ്പോ അത് ചിലപ്പോ ചില പരീക്ഷകളൊക്കെ ഉപകാരപ്പെടാം. മംഗളം. ആമ മറിഞ്ഞാൽ അറിയാമ. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് ആണ്. റൈറ്റ് ബ്രദേഴ്സ്. ഒരു മൈൻഡും ഇല്ല. അതാരാ റൈറ്റ് ബ്രദേഴ്സ്? എയറോപ്ലെയിൻ കണ്ടുപിടിച്ച ആൾക്കാര്. അവരുടെ പേര് പറയോ? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ടല്ലേ? പിന്നല്ല, എനിക്കൊന്നും അറിയത്തില്ല എന്താണോ ഇതൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിക്കുന്നത്. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് സമാധാനത്തിൽ പറയോ? വാട്ട് ആർ ദ മേജർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായത് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദി ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു ഓർ വൺ പേഴ്സൺ ടു അനദർ പ്ലേസ്. മീൻസ് ഉദ്ദേശിച്ചത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്കോ അല്ലെ? പേഴ്സൺ ടു പേഴ്സൺ ഓർ ഫ്രം പ്ലേസ് ടു പ്ലേസ് എന്തെങ്കിലും ആട്ടെ. പിന്നെ രണ്ട് ഇതുണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷനും. ഇന്റർപേഴ്സണൽ എന്ന് വെച്ചാൽ ഒരാളും മറ്റൊരാളും തമ്മിലുള്ള സംഭാഷണം. മൊബൈൽ ഫോണിൽ പറയാൻ പറ്റില്ല. എല്ലാ രീതിയിലും കുറെ രീതിയുണ്ട്. നമ്മളെ ഇതൊന്നും നോക്കണ്ട, ഇത് വേറെ കാര്യങ്ങൾ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾസ് ഇൻലാൻഡ് കത്തില്ലേ? കത്ത്, ഇൻലാൻഡ്, കാർഡ്, അതൊക്കെ അല്ലേ? ടെലിഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇമെയിൽ, മൊബൈൽ ഫോൺ ഇതെല്ലാം ഇന്റർപേഴ്സണൽ. പിന്നെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പബ്ലിക് മീറ്റിംഗ്, സ്പീച്ച്, പ്ലേ അങ്ങനെയെല്ലാം ഉണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ മാസ് കമ്മ്യൂണിക്കേഷൻ. മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ശരിയാണോ? ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടാൽ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടാൽ മാസ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ നിനക്കൊരു തേങ്ങ പഠിക്കാനില്ലേ? സുമേറിയൻസ് ആരാന്നറിയാന്ന് പറഞ്ഞ സുമേറിയൻ എനിക്കറിയില്ല. ആരാ? ഞാൻ പറയാം. സുമേറിയൻസ് ഉണ്ട്, അക്കാഡിയൻസ് ഉണ്ട്, അസീറിയൻസ് ഉണ്ട്, അമോറിയൻസ് ഉണ്ട്. അവരത് പണ്ട് കാലത്ത് നൊമാഡിക് പീപ്പിൾ ആണ്. ആണോ? അവർ കച്ചവടത്തിനായിട്ട് വന്നതിന് ശേഷം അവരുടെ അധികാരം പിടിച്ചു പറ്റി അവര് നേതാക്കന്മാരായ അങ്ങനെ വന്നവരാണ് സുമേറിയൻസ്. ഈ സുമേറിയൻസ് ആണ് ആദ്യമായിട്ട് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്തത്. സ്ക്രിപ്റ്റ് ഓഫ് റൈറ്റിംഗ്, ക്യൂണിഫോം. ഓക്കേ, അത് കണ്ടുപിടിച്ച ഇവരാണ് സുമേറിയൻസിന് ശേഷം ഈ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആദ്യം സുമേറിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ലാംഗ്വേജ് ഓഫ് ക്യൂണിഫോം എന്ന് പറയുന്നത് സുമേറിയൻ ലാംഗ്വേജ്. അത് കഴിഞ്ഞ് അക്കാഡിയൻ എന്ന് പറയുന്ന വിഭാഗം വന്നു. അക്കാഡിയനാണ് പിന്നീട് ക്യൂണിഫോം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈജിപ്തിലെ കാലഘട്ടത്തിൽ ഹിസ്റ്ററിയുടെ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് അതും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട് പണ്ട് കാലത്ത് എങ്ങനെയാണ് എഴുതിയിരുന്നത്. ആ ടേബിളാണ് ഇതാണ് പണ്ട് കാലത്തെ ലിപി. ഇതുണ്ടോ? ഇത് എഴുതിയിരിക്കുന്നത് നിഷാൻ ഷറഫ് പണ്ട് കാലത്ത് വരെ പൊളിയായിരുന്നു. ചാപ്റ്റർ കഴിഞ്ഞു? അല്ല, ഞങ്ങളുടെ ചാപ്റ്റർ ഇപ്പൊ കഴിഞ്ഞു ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നതാണ് ഇന്റർനെറ്റ് ബേസ്ഡ് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതായത് ഇന്റർനെറ്റ് വഴി നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന്. വീഡിയോ കോൺഫറൻസ്, ഇ കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിൻ. അതായത് ഡോക്ടർമാരൊക്കെ നിന്നിട്ട് രോഗികളെ കൺസൾട്ട് ചെയ്യത്തില്ലേ, അത് ഇന്റർനെറ്റിലൂടെ. അതാണിത്.
ഇമെയിൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഫോണിൽ കൂടെ ക്ലിക്ക് അടിച്ച് ഇമെയിൽ പാസ് ചെയ്യുന്നത്. ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ OLX പോലത്തെ സാധനങ്ങളല്ലേ, അതാണ് ഇ കൊമേഴ്സ്. വീഡിയോ കോൺഫറൻസ് എന്ന് വെച്ചാൽ ആമസോൺകാർക്ക് ഇ കൊമേഴ്സുകാർ അല്ലേ? അല്ല അങ്ങനെയും വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് മെയിൻ ബൈയിങ് സെല്ലിങ്ങും ചെയ്യത്തില്ലേ? ആമസോൺ സെല്ല് ചെയ്യൂ? ഇല്ലല്ലോ. പിന്നെ ആമസോണിൽ ബൈ ചെയ്യൂല്ലേ, സെല്ല് ചെയ്യൂ? ഒരാൾ ബൈ ചെയ്താലല്ലേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തന്നെ സെല്ലും ചെയ്യാനും പറ്റണം അല്ലേ? ശരി. ഇത് തന്നെ ആമസോൺകാർ തന്നെ മേടിക്കുന്നല്ലേ, ജെഫ് ബെസോസ്. അതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ടായിട്ടുള്ളത്. പിന്നെ കേരളത്തിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇതാണോ ഇപ്പോൾ പുതിയൊരു ചാപ്റ്റർ ആണെങ്കിൽ അത് പിന്നെ നോർലാൻഡ് അല്ല, അത് അടുത്ത ദിവസം ഉള്ളൂ. ഞങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യട്ടെ. ഹൈറോഗ്ലിഫിക്സുകാരൻ അതിൻ്റെ തച്ചിന് എഴുതുവാണ്. അത് ഇന്ന് ഞങ്ങളുടെ എക്കണോമിക്സ് പീരീഡില് ഞങ്ങൾക്ക് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് പ്രൊജക്ടർ വർക്ക് ചെയ്യത്തില്ല, നോട്ട് അതിലാണ് കാണിക്കുന്നത് സാറ്. ആ ഒരു സാഹചര്യത്തിൽ ബോർഡിൽ എഴുതി കൊടുക്കണമായിരുന്നു നോട്ട്. അതിനുവേണ്ടി സാറ് സെലക്ട് ചെയ്തത് ക്ലാസ്സിലെ ഏറ്റവും വൈബ്രന്റും സുന്ദരനും പഠിത്തത്തിൽ ഒന്നാമനും പെട്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങള് ഇപ്പോൾ പഠിക്കുന്ന സമയം ഒരു 7 മണി തൊട്ട് 10 മണി വരെയാണ്. ഇത്രയും നേരം ഞങ്ങൾ പഠിക്കാനൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ 8 മണിയാകുമ്പോൾ ഞങ്ങൾ ഇരുന്ന് TV കാണും. അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും ഹ്യൂമാനിറ്റീസ്കാരനായ